ഗോയിദെ മോപ്പസാൻ. ഒരു പരിചയം. ചെറുകഥയുടെ കുലപതിയായ മോപ്പസാൻ ഫ്രഞ്ച് സാഹിത്യകാരനാണ്. 45 വയസ്സുവരെ മാത്രം ജീവിച്ച് 350-ൽ പരം ചെറുകഥകളും 7 നോവലുകളും 3 യാത്രാവിവരണങ്ങളും ഒരു കവിതാ സമാഹാരവും രചിച്ച പ്രതിഭാശാലിയാണ് അദ്ദേഹം. സ്ത്രീ പുരുഷ പ്രേമത്തിനെയും അതിന്റെ ചുരുളിയാട്ടവും പകർന്നാട്ടവുമായ ലൈംഗികതയും ഇത്രയും വൈശദ്യപൂർണമായ വർണ്ണനകൾക്ക് വിധേയമാക്കിയ ഒരു സാഹിത്യകാരൻ വേറെയില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഥാരചനാരീതിയാണ് സോമർസെറ്റ് മോം, ഒ ഹെൻറി എന്നീ പാശ്ചാത്യ സാഹിത്യകാരന്മാരും നമ്മുടെ നവോത്ഥാന സാഹിത്യകാരന്മാരായ തകഴി, പൊറ്റേക്കാടുമെല്ലാവരും പിന്തുടരുന്നത്. ഒ ഹെൻറിയുടെ അത്ഭുതാത്മക പരിണാമം മോപ്പസാനിന്റെ കഥകളിൽ പ്രതീക്ഷിക്കേണ്ട. അതിലുള്ളത് വർണ്ണനകൾ, അത്യന്ത സൂക്ഷ്മമായ വർണ്ണനകൾ. ചുംബനം അനശ്വരമാണ്. അത് ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് പകർന്നു പോകുന്നു. നൂറ്റാണ്ടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളിലേക്ക്, കാലത്തിൽ നിന്ന് കാലത്തിലേക്ക് ആണും പെണ്ണും അത് സ്വീകരിക്കുന്നു, പകർന്നു കൊടുക്കുന്നു, എന്നിട്ട് മരിച്ചും പോകുന്നു എന്നും നിയമാനുസൃതമായ ചുംബനം കവർന്നെടുത്ത ചുംബനത്തോളം മധുരമല്ല എന്നും എഴുതിയ മോപ്പസാൻ പല കഥകളിലും ചിത്രീകരിച്ചതുപോലെ കുട്ടഴിഞ്ഞ ജീവിതമാണ് പാരീസിലെ തെരുവുകളിൽ നയിച്ചത് എന്ന് തോന്നിപ്പോകും. അദ്ദേഹം മധ്യവയസ്സിൽ മരിച്ചത് മാരകമായ പറങ്കിപ്പുണ്ണ്, സിഫിലിസ് ബാധിച്ചായിരുന്നു. ഞാൻ എല്ലാം കുതിച്ചു, പക്ഷേ ഒന്നിലും സന്തോഷം നേടിയില്ല എന്ന് തന്റെ ശവകുടീരത്തിന്റെ ശിലാഫലകത്തിൽ എഴുതി വയ്ക്കാൻ അദ്ദേഹം തന്നെ എഴുതി കൊടുത്തു. ഒരു ദരിദ്ര കുടുംബത്തെ പിടിച്ചു കുലുക്കാൻ പോന്ന ഒരു കൊടുങ്കാറ്റ് ഒരു വ്യക്തിയുടെ രൂപത്തിൽ പൊടുന്നനെ കടന്നു വരികയും അതിലെ അംഗങ്ങളുടെ സൗമനസ്യം കൊണ്ട് മാത്രം കുഴപ്പങ്ങൾ കൂടാതെ പൊടിയടങ്ങുന്നതുമാണ് ഇതിൽ വിവർത്തനം ചെയ്തു ചേർത്ത കഥയിൽ പറയുന്നത്. എങ്ങനെ ഒരു കഥ ഉണ്ടാവുന്നു എന്നറിയാൻ പൊതുകഥാകൃത്തുക്കൾക്ക് ഇത്തരം കഥകൾ പഠന വിഷയമാക്കാവുന്നതാണ്. ഉത്കടമായ ഒരു ഫ്രഞ്ച് അതിക്രമം. കടൽ അതിന്റെ ചെറുതും രാക്ഷസീയവുമായ തിരകൾ കൊണ്ട് തീരത്തെ അടിച്ചുകൊണ്ടിരുന്നു. ചെറിയ മേഘങ്ങൾ ശക്തിയായ കാറ്റിൽ വിശാലമായ നീലാകാശത്തിന് കുറുകെ പക്ഷികളെ പോലെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. താഴ്വരയുടെ ഇടയിൽ കുടുങ്ങി കടലിനോട് നീണ്ടു ചേരുന്ന ആ ഗ്രാമം ചൂടിൽ കിടന്നു പൊരിയുകയാണ്. മാർട്ടിൻ ലെവിസ്ക്യുവിന്റെ വീട് ഒറ്റപ്പെട്ട നിലയിൽ ഗ്രാമത്തിന്റെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്നു. റോഡരികിലായി. അത് ചെറിയൊരു മുക്കുകൊടിയാണ്. ചുമർ മണ്ണിന്റെ, മേച്ചിൽ പട്ടകൊണ്ട്. ചുറ്റും ഐറിസ് പൂച്ചെടികൾ വളർത്തിയിട്ടുണ്ട്. വാതിലിനടുത്തായി ഒരു തൂവാലയുടെ അത്ര മാത്രം വലുപ്പമുള്ള തോട്ടത്തിൽ കുറച്ച് ഉള്ളിയും കാബേജും പാർസിയും കൊത്തമല്ലിയും കൃഷി ചെയ്തിരിക്കുന്നു. റോഡിനെ വീട് ഒരു വേലി കൊണ്ട് അകറ്റുന്നു. വീട്ടുകാരൻ മീൻ പിടിക്കാൻ പോയതാണ്. വീട്ടുകാരി ഒരു വലിയ 8 വല പോലുള്ള തവിട്ട് നിറത്തിലുള്ള മീൻ വല കേടുതീർത്തുകൊണ്ടിരിക്കുന്നു. ഒരു 14കാരി തോട്ടത്തിന്റെ കവാടത്തിന് മുമ്പിൽ ചുവരിൽ കസേരയിലിരുന്ന് പണ്ടേ കീറിപ്പറഞ്ഞ് കണ്ടം വെച്ച ഒരു തുണി തുന്നി ശരിപ്പെടുത്തുകയാണ്. അവളേക്കാൾ 1 വയസ്സ് താഴെയുള്ള മറ്റൊരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടിയെ കയ്യിലിട്ടാട്ടുന്നുണ്ട്, ആംഗ്യങ്ങളോ ശബ്ദങ്ങളോ കൂടാതെ. വേറെ 2-3 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ തോട്ടത്തിലിരുന്ന് ഉറക്കാത്ത കൈകൾ കൊണ്ട് മണ്ണുവാരി അന്യോന്യം മുഖത്തെറിഞ്ഞു കളിക്കുന്നു. ആരും മിണ്ടുന്നില്ല. പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന പോക്കിരിപ്പയ്യൻ മാത്രം നേർത്ത എന്നാൽ മൂർച്ചയുള്ള സ്വരത്തിൽ കരയുന്നുണ്ട്. ഒരു പൂച്ച ജനലിനരികെ ഉറങ്ങുന്നു. മതിലിനരികെയുള്ള മല്ലിക മരത്തിൽ നിന്ന് കൊഴിഞ്ഞ പൂക്കൾ തീർത്ത പൂത്തകിടിയിൽ ഈച്ചകൾ മുരണ്ടു പറക്കുന്നു. വാതിലിനടുത്ത് തുന്നിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അമ്മയെ വിളിച്ചു. അമ്മേ, എന്താ നിനക്ക്? അതാ അയാൾ പിന്നെയും. രാവിലെ മുതൽ ഒരാൾ വീടിന് ചുറ്റും റോന്തു ചുറ്റുന്നത് അവൾ കാണുന്നുണ്ട്. ഒരു പിച്ചക്കാരൻ കിഴവൻ. അവൾ ബോട്ടിന്റെ അടുത്തേക്ക് അപ്പന്റെ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ആ കിളവൻ അവരുടെ വീടിന് മുമ്പിലുള്ള ഓടയുടെ അരികത്ത് ഇരിപ്പുണ്ടായിരുന്നു. മടങ്ങി വരുമ്പോഴും അയാൾ അവരുടെ വീടും നോക്കിയിരിക്കുന്നുണ്ട്. അയാൾ രോഗിയും ക്ഷീണിതനുമായിരുന്നു. 1 മണിക്കൂർ നേരം അനക്കമറ്റിരുന്ന് പിന്നെ ഒരു കാല് വലിച്ചു വെച്ച് നടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സാവധാനത്തിൽ ഇടറുന്ന കാൽവെപ്പോടെ വന്ന് കുറച്ചകലെ ഇരിപ്പുറപ്പിച്ചു. അവരെ കണ്ടുകൊണ്ടിരിക്കാനെന്നോണം. അമ്മയും കുഞ്ഞുങ്ങളും
അയാളെ കണ്ട് ഭയപ്പെട്ടു. പ്രത്യേകിച്ച് അമ്മ. അവൾ കുറച്ച് പേടി കൂടുതലുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളുടെ ഭർത്താവ് രാത്രി വൈകുന്നതിന് മുമ്പ് വരാൻ സാധ്യതയില്ല. ഭർത്താവിന്റെ പേര് ലെവിസ്ക്യൂ എന്നാണ്, അവളുടേത് മാർട്ടിൻ എന്നും. അവർ മാർട്ടിൻ ലെവിസ്ക്യൂ ദമ്പതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ്. അവളുടെ ആദ്യത്തെ ഭർത്താവ് മാർട്ടിൻ എന്നൊരാളായിരുന്നു. അയാൾ ന്യൂ ഫൗണ്ട് ലാൻഡിലേക്ക് എല്ലാ വേനൽക്കാലത്തും കോഡ് മത്സ്യത്തെ പിടിക്കാൻ പോകുമായിരുന്നു. 2 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവൾക്ക് ഒരു പെൺകുട്ടിയുണ്ടായി. തുടർന്ന് വേറൊന്ന്. 3 മാസം കഴിഞ്ഞ് മാർട്ടിൻ മീൻ പിടിക്കാൻ പോയ 2 സിസ്റ്റേഴ്സ് എന്ന മുപ്പാമര കപ്പൽ ഡൈപ്പയിൽ വെച്ച് അപ്രത്യക്ഷമായി. പിന്നെ ഒരു വിവരവുമില്ല. ആ കപ്പലിൽ പോയവരാരും തിരിച്ചെത്തിയില്ല. അത് പരിപൂർണമായി തകർന്നു എന്ന് തീർച്ചയായി. മാർട്ടിന്റെ ഭാര്യ 10 കൊല്ലം തന്റെ കുട്ടികളെ വളരെ കഷ്ടപ്പെട്ടു വളർത്തി. ശേഷം അവൾ നല്ലവളും ആരോഗ്യമുള്ളവളുമാണെന്ന് കണ്ട് ഒരു മകനുള്ള ഒരു വിധുരൻ ലെവിസ്ക്യൂ അവളുടെ മനസ്സമ്മതം ചോദിച്ചു. അവൾ അയാളെ കല്യാണം കഴിക്കുകയും അയാളുടെ 2 കുട്ടികളെ 3 വർഷം കൊണ്ട് പ്രസവിക്കുകയും ചെയ്തു. ആ ദമ്പതികൾ വളരെ കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത് ജീവിച്ചു. ആ വീട്ടിൽ വളരെ പ്രിയപ്പെട്ടതായിരുന്നു റൊട്ടി, ഇറച്ചിയോ അജ്ഞാതവും. അവർ ശീതകാലത്തും കാറ്റടിക്കാലത്തും റൊട്ടിക്കിടക്കാരനോട് കടപ്പെട്ടവരായി. എന്നാലും കുട്ടികൾക്ക് ആരോഗ്യക്കുറവൊന്നും ഉണ്ടായില്ല. അവർ നല്ല ധൈര്യമുള്ളവരാണ്. ആ മാർട്ടിൻ ലെവിസ്ക്യൂകൾ ഭാര്യ നല്ല വേലക്കാരിയാണ്. ലെവിസ്ക്യൂ ആണെങ്കിൽ മീൻപിടുത്തത്തിൽ കിടയറ്റവനും, ജനം പറഞ്ഞു. പഠിക്കുന്ന പെൺകുട്ടി ആവർത്തിച്ചു. അമ്മ വിചാരിക്കുന്നുണ്ടാവും അയാൾ നമ്മളെ അറിയുമെന്ന്. അയാൾ വല്ല എപ്രവില്ലക്കാരനോ ഹൗസ് ബാഗുകാരനോ ആയിരിക്കും. പക്ഷെ അമ്മയ്ക്ക് അത് വിശ്വാസമായില്ല. അല്ല അല്ല, അയാൾ ഇന്ന് നാട്ടുകാരനല്ല, ഉറപ്പാ. ആ നാടോടി ഒരടി മുന്നോട്ട് നീങ്ങിയില്ല. മാർട്ടിൻ ലെവിസ്ക്യൂവിന്റെ വീടിനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു. അമ്മ ദേഷ്യപ്പെട്ട് ദേഷ്യം കൊടുത്ത ധൈര്യവുമായി ഒരു മൺകോരികയെടുത്ത് വാതിലിന് പുറത്തേക്ക് വന്നു. എന്താ നിങ്ങളിവിടെ ചെയ്യുന്നത്? അവൾ ആ തെണ്ടിയോട് ചോദിച്ചു. അയാൾ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, ഞാനിവിടെ ശുദ്ധവായു ശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല വിരോധമുണ്ടോ? അതിന് മറുപടി ഒന്നും തോന്നാത്തതുകൊണ്ട് അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ദിവസം പതുക്കെ കടന്നുപോയി. ഉച്ചയോടുകൂടി ആ മനുഷ്യൻ അപ്രത്യക്ഷനായി. പക്ഷെ 5 മണിയോടുകൂടി വീണ്ടും എത്തി. പിന്നെ പോയിട്ട് വൈകുന്നേരം മുഴുവനും അയാളുടെ ഒരു വിവരവുമില്ല. ലെവിസ്ക്യൂ നേരമിരുട്ടിയപ്പോൾ മടങ്ങിയെത്തി. അവൾ അയാളെ പറ്റി പറഞ്ഞു. ലെവിസ്ക്യൂ അഭിപ്രായപ്പെട്ടു, അയാൾ വല്ല ഓടിപ്പോന്നവനും ഒന്നിനും കൊള്ളാത്തവനാകും. അയാൾ സ്വസ്ഥനായി ഉറങ്ങാൻ കിടന്നു. ഭാര്യ ആ പതിഞ്ഞ നടത്തക്കാരനെ ഓർത്തു കിടന്നു. എന്തിനാ അയാൾ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? നേരം വെളുത്തപ്പോൾ വലിയ കാറ്റായിരുന്നു. ആ മുക്കുവൻ കടലിൽ പോകുന്നത് നല്ലതല്ലെന്ന് കരുതി വീട്ടുകാരിയെ വല കെട്ടുന്നതിന് സഹായിക്കാനിരുന്നു. രാവിലെ 9 മണിയായപ്പോൾ മൂത്ത മകൾ കുറച്ച് റൊട്ടി വാങ്ങാൻ പോയി തിരിച്ചു ഓടി വന്നു. പേടിച്ച് നിലവിളിച്ചു പറഞ്ഞു, അമ്മേ, അതാ പിന്നെയും അയാൾ. അമ്മ ഞെട്ടി വിളർത്തു. ഭർത്താവിനോട് പറഞ്ഞു, പോയി അയാളോട് പറയൂ ഇനി എന്നെ ഇതുപോലെ നോക്കരുതെന്ന്. അതെന്നെ മരണം പോലെ ഭയപ്പെടുത്തുന്നു. ലെവിസ്ക്യൂ ചുടുകട്ടയുടെ നിറവും കട്ടിത്താടിയും നീലക്കണ്ണുകളും ഉറച്ച കഴുത്തുമുള്ള കടൽക്കാറ്റും മഴയും തടുക്കാൻ എപ്പോഴും കമ്പിളി കുപ്പായമിട്ട് നടക്കുന്ന നാവികൻ സാവധാനത്തിൽ നടന്ന് ആ നാടോടിയുടെ അടുത്തെത്തി. പിന്നെ അവർ സംസാരിച്ചു തുടങ്ങി. അമ്മയും കുഞ്ഞുങ്ങളും അവൾ സംസാരിക്കുന്നത് അകലെ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ അജ്ഞാതൻ ലെവിസ്ക്യൂയുടെ കൂടെ വീടിലാക്കാക്കി നടന്നെടുത്തു. ഭാര്യ ഭയന്ന് പിന്നോക്കം വെച്ചു. അയാൾക്ക് ഒരു കഷ്ണം റൊട്ടി കൊടുത്ത് ഒരു ഗ്ലാസ് വീഞ്ഞും. ഞാൻ മുതൽ അയാൾ ഒന്നും കഴിച്ചിട്ടില്ല, ലെവിസ്ക്യൂ പറഞ്ഞു. അവരിരുവരും വീട്ടിലേക്ക് കടന്നു. കൂടെ ആ സ്ത്രീയും കുട്ടികളും. തെണ്ടി ആ കുടുംബാംഗങ്ങളുടെ നോട്ടങ്ങൾക്ക് കീഴെ നിലത്ത് തലകുനിച്ചിരുന്ന് റൊട്ടി തിന്നാൻ തുടങ്ങി. അമ്മ നിന്നുകൊണ്ട് അയാളെ സൂക്ഷിച്ച് പരിശോധിച്ചുകൊണ്ടിരുന്നു. മൂത്ത മാർട്ടിൻ കുട്ടികൾ വാതിലും ചാരി നിന്ന് ഒരുവരുടെ കയ്യിൽ കൊച്ചു കുട്ടിയുമുണ്ട്. ആഗതന്റെ മുഖത്ത് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുന്നു. 2 ചെക്കന്മാർ അടുപ്പിന്റെ അടുത്ത് കൂട്ടിയ ചാരത്തിൽ ഇരുന്ന് കരി പിടിച്ച ചായപാത്രത്തെ കൈവിട്ട് അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ലെവിസ്ക്യൂ ഒരു കസേര എടുത്തിരുന്ന് അയാളോട് ചോദിച്ചു,
നിങ്ങൾ വരുന്നത് കുറെ ദൂരം നിന്നാണോ? ഞാൻ വരുന്നത് സെറ്റയിൽ നിന്നാണ്. അത്രയും ദൂരം നിന്ന് കാൽനടയായോ? അതെ, നടന്നു തന്നെ. യാത്രാക്കൂലി കൊടുക്കാൻ പാങ്ങില്ലാത്തവൻ നടക്കുക തന്നെ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇവിടേക്കാണ് വന്നത്. ഇവിടെ ആരെങ്കിലും അറിയുമോ? അറിയുമായിരിക്കും. നല്ല വിശപ്പുണ്ടായിട്ടും അയാൾ വളരെ പതുക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ റൊട്ടിക്കഷണത്തിന് ശേഷവും വീഞ്ഞ് ഒരിറക്ക് വീതം കുടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ മുഖം വളരെ പരവശവും ചുളിവ് വീണതുമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ലെവിസ്ക്യൂ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് മാർട്ടിൻ. അത് കേട്ട് അമ്മ ഒരു വല്ലാത്ത നടുക്കത്തിൽ കുലുങ്ങിപ്പോയി. അവർ ഒരടി മുന്നോട്ട് നീങ്ങി ആ തെണ്ടിയെ സൂക്ഷിച്ചു നോക്കി. കൈകൾ തൂക്കിയിട്ട് വായ പൊളിച്ച് അയാൾക്ക് അഭിമുഖമായി നിന്നു. ആരും ഒന്നും പറഞ്ഞില്ല. ലെവിസ്ക്യൂ ഒടുക്കം ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെയാണോ? അതെ, ഞാൻ ഇവിടുത്തെയാണ്. അയാൾ മുഖമുയർത്തി സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവരുടെ നോട്ടങ്ങൾ കെട്ടിയിട്ടതുപോലെ അന്യോന്യം ഉറച്ചുപോയി. അവൾ പതറിയ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇത് നിങ്ങളാണോ എന്റെ ഭർത്താവ്? അയാൾ സാവധാനം പറഞ്ഞു, അത് ഞാനാണ്. അയാൾ അനങ്ങിയില്ല. റൊട്ടി ചവച്ചുകൊണ്ടിരുന്നു. ലെവിസ്ക്യൂ വികാരം കൊള്ളുന്നതിന് പകരം അത്ഭുതപ്പെടുകയുണ്ടായത്. ഇത് നീയാണോ മാർട്ടിൻ? അതെ, ഞാൻ തന്നെ. നീ എവിടെ നിന്നാണ് വരുന്നത്? അയാളുടെ കഥ പറഞ്ഞു. ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു. ഒരു പാറക്കെട്ടിൽ ഞാൻ തകർന്നു. 3 പേർ, പിക്കാർഡ്, വെറ്റിനിൽ, പിന്നെ ഞാൻ. ചില കിരാതന്മാർ ഞങ്ങളെ പിടിച്ച് തടവിലിട്ടു. 12 കൊല്ലം. പിക്കാർഡും വെറ്റിനിലും മരിച്ചുപോയി. ഒരു ഇംഗ്ലീഷ് യാത്രികൻ എന്നെ കണ്ടു സെറ്റയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഞാനിവിടെ. ആ സ്ത്രീ കരഞ്ഞു. മേലടയിൽ തന്റെ മുഖം തുടച്ചു. ലെവിസ്കി ചോദിച്ചു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാർട്ടിൻ ചോദിച്ചു, നിങ്ങളാണോ ഇവളുടെ ഭർത്താവ്? ലെവിസ്കി പറഞ്ഞു, അതെ, ഞാനാണ്. അവർ അന്യോന്യമില്ലാതെ നോക്കിക്കൊണ്ടിരുന്നു. ചുറ്റും കൂടിയുള്ള കുട്ടികളിൽ ഇളയ കുട്ടികളെ നോക്കി മാർട്ടിൻ ചോദ്യരൂപത്തിൽ തലയുയർത്തി. അവരെന്റേതാണ്, ലെവിസ്കി പറഞ്ഞു. അവർ നിങ്ങളുടേത്. മാർട്ടിൻ എഴുന്നേറ്റില്ല. അവരെ ചുംബിച്ചില്ല. അഭിപ്രായം മാത്രം പറഞ്ഞു. ദൈവമേ, അവരെത്രമാത്രം വളർന്നു. ലെവിസ്കി ആവർത്തിച്ചു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാർട്ടിൻ ഒന്ന് അന്താളിച്ചു. പിന്നെ തീരുമാനമെടുത്തു. ഞാൻ താൻ പറയുന്ന പോലെ ചെയ്യാം. എനിക്ക് തന്നെ വേദനിപ്പിക്കണമെന്നില്ല. വീടിന്റെ കാര്യം ഒരു അലട്ടിൽ തന്നെയാണ്. എനിക്ക് 2 കുട്ടികൾ, തനിക്ക് 3. ഓരോരുത്തർക്കും സ്വന്തം. പക്ഷെ അമ്മ, അത് ആരുടേതാണ്? എന്റെയോ തന്റെയോ? താൻ പറയുന്നത് എനിക്ക് സമ്മതമാണ്. പക്ഷേ വീട് എന്റേതാണ്. എന്റെ അച്ഛന്റെ സ്വത്താണ്. ഞാൻ ഇതിലാണ് ജനിച്ചത്. ഇതിന്റെ ആധാരം കോടതിയിലുണ്ട്. സ്ത്രീ തന്റെ തേങ്ങലുകൾ മേൽവസ്ത്രത്തിൽ അമർത്തിക്കൊണ്ട് അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. 2 മുതിർന്ന കുട്ടികളും അവളുടെ അടുത്ത് വന്ന് അസ്വസ്ഥതയോടെ തങ്ങളുടെ അച്ഛനെ നോക്കിക്കൊണ്ടു നിന്നു. മാർട്ടിൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ലെവിസ്ക്യൂവിന് ഒരു ആശയം ഉദിച്ചു. നമുക്ക് പള്ളിയിൽ അച്ഛനെ കാണാം. മാർട്ടിൻ എഴുന്നേറ്റു. അയാൾ അടുത്തെത്തിയപ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ മാറിലേക്ക് തേങ്ങിക്കൊണ്ട് സ്വയം എറിഞ്ഞു. എന്റെ ഭർത്താവ്, നിങ്ങൾ ഇവിടെ? മാർട്ടിൻ, എന്റെ പാവം മാർട്ടിൻ. അവൾ അയാളെ കൈകൾ കൊണ്ട് മുറുകെ കൊണ്ടുവന്നു. ഭൂതകാല സ്മരണകൾ പകർന്ന ഒരു നടുക്കത്തോടെ ഒരു ശ്വാസം തുളച്ചുപോയി. അവൾ താൻ 20-കാരിയായപ്പോൾ അനുഭവിച്ച ആലിംഗനത്തെ ഓർത്തു. മാർട്ടിനും വികാരാധീനായി അവളുടെ തലയിൽ ചുംബിച്ചു. മൂലയിൽ ഒതുങ്ങി നിന്നിരുന്ന കുട്ടികൾ അമ്മ കരയുന്നതുകൊണ്ട് ഉറക്കെ ഓടിയിട്ടു. 2ാമത്തെ മാർട്ടിൻ മകളുടെ കയ്യിലിരിക്കുന്ന അവളുടെ അവസാന സന്തതി ഒരു കുറുങ്കുഴൽനാദം പുറപ്പെടുവിച്ചു. ലെവിസ്കി എഴുന്നേറ്റ് മാർട്ടിനു വേണ്ടി കാത്തുനിന്നു. ശരി, നമുക്കിപ്പോൾ തന്നെ ഇത് ശരിപ്പെടുത്താം. മാർട്ടിൻ ഭാര്യയെ വിട്ടു.
അയാളെ ഉറ്റുനോക്കുന്ന കുട്ടികളോട് അമ്മ പറഞ്ഞു, നിങ്ങൾ അച്ഛനൊരു ഉമ്മ കൊടുക്കൂ. അവർ മാർട്ടിനെ സമീപിച്ചു. അല്പം അമ്പരന്നും പേടിച്ചു. അയാൾ അവരെ ഓരോരുത്തരെയായി 2 കവിളുകളിലും ഉമ്മ വെച്ചു. ഒരു കൃഷിവരന്റെ രീതിയിൽ ഒച്ചയോടെ. പെൺകുട്ടിയുടെ ഒക്കത്തിരിക്കുന്ന ചെറിയ ചെക്കൻ ആ കാണാത്ത കാഴ്ച കൊണ്ട് ചെവി തുളയ്ക്കുന്ന ഒച്ചയിൽ കൂവാൻ തുടങ്ങി, ഏതാണ്ട് അപസ്മാരച്ഛായയിൽ. പിന്നെ അവരിരുവരും കൂടി വീട്ടിന് പുറത്തിറങ്ങി. വഴിക്ക് കഫേ ദ കോമേഴ്സ് കണ്ടപ്പോൾ ലേവിസ്കി പറഞ്ഞു, നമുക്ക് നടിക്കാം. ശരി, എനിക്കും തോന്നുന്നു. അവർ മദ്യശാലയിൽ ഒരു ഒഴിഞ്ഞ മുറിയിലിരുന്നു. എടാ ചിക്കോട്ടെ, 2 കുപ്പി വീഞ്ഞ്. നല്ലതായിരിക്കണം. ഇത് മാർട്ടിൻ, ഇപ്പോൾ തിരിച്ചു വന്നവൻ. 2 സിസ്റ്റേഴ്സിലെ മാർട്ടിൻ, ആ തകർന്ന കപ്പൽ ഓർമ്മയില്ലേ? ആ മദ്യശാലയിലെ പരിചാരകൻ ചിക്കോട്ട് ഒരു കൈയിൽ 3 ഗ്ലാസും മറുകൈയിൽ മദ്യകുംഭവും ആയി അവരെ സമീപിച്ചു. ആ ചുവന്ന തടിയൻ കുടവായിരുന്നു. അയാൾ അലസമായി ചോദിച്ചു, എന്ത് മാർട്ടിൻ, നീ എവിടെ? മാർട്ടിൻ പറഞ്ഞു, അതെ, ഞാനിവിടെ.